Okay, good morning, dears. All of you mark your attendance. Mark your attendance now. Okay, Asian Games in a page രണ്ട് പാരഗ്രാഫ് നമ്മൾ രണ്ടോ മൂന്നോ പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, എല്ലാവരും അത് വായിച്ചിട്ടുണ്ടോ മക്കളെ? ഓക്കെ, അപ്പൊ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കുറച്ച് ക്വസ്റ്റ്യന്റെ ആൻസറും അതിലുണ്ടായിരുന്നു അല്ലെ? അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഗുലർ ക്ലാസ്സിൽ വന്ന സ്റ്റുഡൻസിന് നന്നായി അറിയാതെ. അതില് ആരെങ്കിലും റെഗുലർ ക്ലാസ്സിന് വരാത്തവരുണ്ടോ മക്കളെ? ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയേണ്ടി വരുമോ ആ ലെസൺ ആദ്യം മുതലേ? ഷെഫി വന്നില്ല അല്ലെ? അപ്പൊ ഞാൻ ആ ഫസ്റ്റ് മുതൽ ഒന്ന് വായിക്കാൻ ശ്രദ്ധിച്ചോ. ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ് അല്ലെ? നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണെന്നും പറഞ്ഞു. അത്തരമൊരു രാഷ്ട്രത്തിൽ കായിക വിനോദങ്ങൾക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കും. അരോഗ ശരീരത്തിൽ അരോഗ മനസ്സ് എന്ന യവനന്മാരുടെ ആദർശം തന്നെയാണ് ആധുനിക കാലത്ത് എല്ലാ മനുഷ്യരും എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്നത്. എന്ത്? അരോഗ ശരീരത്തിൽ അരോഗ മനസ്സ്. എന്താ ഈ അരോഗം? രോഗമില്ലാത്ത അവസ്ഥ അല്ലെ? അതല്ലേ അരോഗം. അരോഗ ശരീരത്തിൽ അരോഗ മനസ്സ്. അപ്പൊ രോഗമില്ലാത്ത ശരീരത്തിൽ മാത്രമേ നമുക്കൊരു ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവുകയുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ അത് തന്നെയാണ് യവനന്മാരുടെ ആദർശം തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ആധുനിക കാലത്ത് പിന്തുടരുന്നത്. ആധുനികം എന്താ മീനിങ്? ആധുനികം മക്കളെ, ആധുനികം എന്ന വേർഡിന്റെ മീനിങ് എന്താ? ഓക്കെ, അതിന്റെ മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ ചോദിച്ചുകൊണ്ടിരുന്നാ പറയാൻ പറ്റുമോ അല്ലെ? പുതിയത്. ആധുനികം പുതിയത് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആധുനികം പുതിയത് എന്നാണ് അല്ലെ? ആധുനികത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് അറിയോ മക്കളെ? യെസ്, എന്താ ഷെഫി? പഴയത് എന്നുള്ളത് എന്താ പറയാ? നമ്മൾ ആധുനികത്തിന് ഓപ്പോസിറ്റ് എഴുതുമ്പോ എന്ത് പറയും? പ്രാചീനം. ഓക്കെ, ആധുനികം പുതിയത്, പ്രാചീനം പഴയത് അല്ലെ? അപ്പോ എന്താണ് കൃപാമേരിക്ക നിങ്ങൾ പറയാനുണ്ടോ നമ്മളെ? ഇല്ല അല്ലെ? ഓക്കെ, ക്രിസ്റ്റി, സിൻഡോ, സേറ റോസ്, അമയ, സുരേന്ദ്രൻ, എബി, ബിജു, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ, ക്രിസ്റ്റിക്ക് നല്ല പോലെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓഫ് ആക്കി വെച്ചോ കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിന്റെ ആൻസർ എന്താ? എന്താ അദ്വൈത് കമലെ നമ്മൾ പറഞ്ഞത്? അദ്വൈതേ, എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ മോനെ? ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം എന്താണ്? ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ്. എന്താ കർമ്മശേഷി? പ്രവർത്തിക്കാനുള്ള കഴിവ് അല്ലെ? കർമ്മശേഷിയുമാണ്. അപ്പോ ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ് അല്ലെ? അത്തരമൊരു രാഷ്ട്രത്തിൽ എന്ത്? കായിക വിനോദങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അല്ലെ? ഓക്കെ, പിന്നെന്ത് പറഞ്ഞു? അരോഗ ശരീരത്തിൽ അരോഗ മനസ്സ് എന്ന യവനന്മാരുടെ ആദർശം തന്നെയാണ് ആധുനിക കാലത്ത് എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്നത്. അത് എന്ത്? അരോഗ ശരീരം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ശരീരത്തിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സ് കണ്ടെത്താൻ സാധിക്കൂ അല്ലെ? അതാണ് പറഞ്ഞത് ഫസ്റ്റ് പാരഗ്രാഫില്, അതാണ് പറഞ്ഞത്. അപ്പൊ ആധുനികം പുതിയത്. അദ്വൈതേ ഇവിടെ ശ്രദ്ധിക്കണേ, ആധുനികം പുതിയത്, പ്രാചീനം പഴയത് അല്ലെ? പിന്നെന്താ നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കിയേ മക്കള്? പേജ് നമ്പർ 49 പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, വികസനത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് എക്കാലവും പിന്നിലായിരുന്നു ഏഷ്യൻ രാജ്യങ്ങൾ. പാശ്ചാത്യം നമ്മൾ എന്ത് പറഞ്ഞു? അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ത് പറഞ്ഞു? പാശ്ചാത്യം. പാശ്ചാത്യം എന്താ ശ്രീദേവേ? പാശ്ചാത്യത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് നമ്മൾ എന്ത് പറഞ്ഞു? പൗരസ്ത്യം അല്ലെ? പൗരസ്ത്യം, മനസ്സിലായോ? ഇനി എന്താ പറഞ്ഞേ? അടുത്ത, സാമ്രാജ്യ ശക്തികളുടെ കാൽക്കീഴിൽ കിടന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ അടിമച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമം ആരംഭിച്ചു അല്ലെ?
എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യപൂർണമായ ഒരു ജനതയെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾ ശ്രദ്ധ പുലർത്തി. അതിന്റെ നാന്ദിയായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് അഥവാ ഏഷ്യാഡ്. നാന്തി, തുടക്കം. നാന്തി എന്നുള്ള വേർഡിന്റെ മീനിങ് തുടക്കം. 1951 മാർച്ച് 4-ാം തീയതിയാണ് ഡൽഹിയിൽ പ്രഥമ ഏഷ്യാഡ് അരങ്ങേറിയത്. എന്താ പറഞ്ഞ, ഒന്നാമത്തെ ഏഷ്യാഡ് എവിടെയാണ്, എപ്പോഴാണ് അരങ്ങേറിയത്? എപ്പോഴാണ് മക്കളെ? 1900. ദേവാഞ്ജന പറഞ്ഞു. ദേവാഞ്ജന 1951 മാർച്ച് 4-ാം തീയതിയാണ്. 1951 മാർച്ച് 4-ാം തീയതി ഡൽഹിയിലാണ് പ്രഥമ ഏഷ്യാഡ് അരങ്ങേറിയത്. പ്രഥമം ഒന്നാമത്തത് അല്ലെ, പ്രഥമം, ദ്വിതീയം, തൃതീയം അങ്ങനെയാണ് വരിക കേട്ടോ. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യ ഏഷ്യാഡിനെ തിരികൊളുത്തിയത്. ആദ്യ ഏഷ്യാഡിനെ തിരികൊളുത്തിയത് ആര് എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കേട്ടോ. അന്നത്തെ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യ ഏഷ്യാഡിനെ തിരികൊളുത്തിയത്. 11 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു അല്ലെ. 11 രാജ്യങ്ങളാണ് അതില് പങ്കെടുത്തത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഏഷ്യൻ ഗെയിംസ് ആരംഭിക്കുന്നതിന് മുമ്പ് മറ്റു പല കായിക സംഘടനകളും നിലവിലുണ്ടായിരുന്നു. അവയിൽ ഒന്നായിരുന്നു 1931 മനിലയിൽ രൂപം കൊണ്ട ഓറിയന്റൽ ഗെയിംസ്. പിന്നീട് ഇത് ഫാർ ഈസ്റ്റേൺ ചാമ്പ്യൻഷിപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഈ മേള അധിക കാലം നീണ്ടുനിന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് എന്ത്, ഓറിയന്റൽ ഗെയിംസ് അല്ലെ. 1931 മനിലയിലാണ് രൂപം കൊണ്ടത് അല്ലെ. അണ്ടർലൈൻ ചെയ്യണേ മക്കളെ. ഇങ്ങനെ എടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെയാണത്. 1934 വെസ്റ്റേൺ ഏഷ്യാറ്റിക് ഗെയിംസ് എന്നൊരു കായിക മേള ഡൽഹിയിൽ നടന്നു. ഭാരതീയനായ പ്രൊഫസർ ഗുരുദത്ത് സോന്തിയായിരുന്നു ഈ മേളയുടെ സംഘാടകൻ. അത് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കോ കേട്ടോ. ഇനി 1934 വെസ്റ്റേൺ ഏഷ്യാറ്റിക് ഗെയിംസ് എന്നൊരു കായിക മേള ഡൽഹിയിൽ നടന്നു. ഭാരതീയനായ പ്രൊഫസർ ഗുരുദത്ത് സോന്തിയായിരുന്നു ഈ മേളയുടെ സംഘാടകൻ. അണ്ടർലൈൻ ചെയ്യണേ, ഗുരുദത്ത് സോന്തി. ഓക്കെ. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, സിലോൺ എന്താ ഇപ്പോഴത്തെ ഏതാ? സിലോൺ, ശ്രീലങ്ക അല്ലെ. പാലസ്തീൻ എന്നീ രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. എങ്കിലും ഈ മേളയും അല്പായുസായിരുന്നു. അല്പായുസ്, കുറഞ്ഞ ആയുസ് അല്ലെ, അല്പായുസ്. 2-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇത്തരം കായിക മേളകൾ ഏഷ്യക്ക് അന്യമായി. അന്യമാവുക, അന്യം നിൽക്കുക പറഞ്ഞ എന്താ അർത്ഥം? എന്താ കൃപ പറഞ്ഞോ? അന്യം, മറ്റൊന്നായി മാറി വരുമ്പോ നമ്മളതല്ലായി മാറി, അല്ലാതായി മാറി അല്ലെ. ഓക്കെ, മറ്റൊന്ന്. നെക്സ്റ്റ് എന്താ പറയുന്നത്? അങ്ങനെ ഇരിക്കെ 1947 ഡൽഹിയിൽ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്നൊരു യോഗം നടന്നു. എല്ലാ ഏഷ്യൻ രാജ്യങ്ങളും പങ്കെടുക്കാവുന്ന ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം അവിടെ ചർച്ച ചെയ്തു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇതിനെ നേതൃത്വം നൽകിയത്. ഈ ചർച്ചയുടെ വിജയകരമായ ഫലപ്രാപ്തിയായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് അല്ലെ. ഓക്കെ, ഒന്നുകൂടി പറയാം ഒരു പാരഗ്രാഫ്. അങ്ങനെ ഇരിക്കെ 1947 ഡൽഹിയിൽ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്നൊരു യോഗം നടന്നു. എന്താ ഇതിന്റെ പേര്? ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ്. എന്ത് പറ്റി ക്രിസ്റ്റീസിൻഡോ? രാവിലെ എഴുന്നേറ്റ് ഉറക്കൊന്നും തെളിഞ്ഞില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേടാ? ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ അതിന്റെ അണ്ടർലൈൻ ചെയ്യണേ, ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്നൊരു യോഗം നടന്നു. എല്ലാ ഏഷ്യൻ രാജ്യങ്ങൾക്കും പങ്കെടുക്കാവുന്ന ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം അവിടെ ചർച്ച ചെയ്തു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ആരാണ്? അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. ഈ ചർച്ചയുടെ വിജയകരമായ ഫലപ്രാപ്തിയായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ്. അപ്പൊ അവിടെ നമ്മള് കുറെ ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചു ഇതുവരെ ഉള്ളതില്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വികസനത്തിന്റെ രഹസ്യം എന്താണ്? ഓരോന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തായിരുന്നു ആഷിൻ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ? ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം
ജനങ്ങളുടെ ഉത്സാഹം കർമ്മശേഷിയാണ്. ഓക്കെ, വെരി ഗുഡ്. അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കേൾക്കാത്തത്. നമ്മുടെ രാജ്യം എന്തിലൊക്കെ പിന്നിലായിരുന്നു? എന്തിലൊക്കെയായിരുന്നു നമ്മുടെ രാജ്യം പിന്നില്? ഏതാണ് മക്കളെ? ഓർമ്മയില്ല? ആരാ പറയുന്നേ? ആൻഡ്രോസ് പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ അടയാളപ്പെടുത്തിയാണ്. ആൻഡ്രോസ് ഉണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു എന്ത്, നമ്മുടെ രാജ്യം ഏതിലൊക്കെയായിരുന്നു? ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ രംഗങ്ങളിലുമായിരുന്നു നമ്മുടെ രാജ്യം പിന്നിലായിരുന്നത് അല്ലെ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്? ആദ്യത്തെ ഏഷ്യാഡ് എന്നായിരുന്നു ആരംഭിച്ചത്? ആദ്യത്തെ ഏഷ്യാഡ് എന്നായിരുന്നു ആരംഭിച്ചത്? എന്നായിരുന്നു ആഷിൻ? ആഷിൻ കൈപൊക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആഷിനെ വിളിച്ചത് കേട്ടോ. 1951 മാർച്ച് 4-ാം തീയതിയാണ്. എത്ര രാജ്യങ്ങളായിരുന്നു ആദ്യത്തെ ഏഷ്യാഡിൽ പങ്കെടുത്തത്? അൽന 11 രാജ്യങ്ങൾ. 11 രാജ്യങ്ങളായിരുന്നു പങ്കെടുത്തത്. ഓറിയന്റൽ ഗെയിംസ് എന്ന് എവിടെ വെച്ച് നടന്നു? എന്നായി ഓറിയന്റൽ ഗെയിംസ് എന്ന് എവിടെ വെച്ച് നടന്നു? ദേവപ്രിയ, നമ്മൾ ഇന്ന് പഠിച്ചതാണ് ഓറിയന്റൽ ഗെയിംസ്. അല്ല, കഴിഞ്ഞ ക്ലാസ് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 1931 എവിടെ നെക്സ്റ്റ് 1934 നടന്ന കായികമേള ഏതായിരുന്നു? ഏതായിരുന്നു 34 നടന്ന കായികമേള? നമ്മളിപ്പം പറഞ്ഞു ആ ഒരു പാരഗ്രാഫ്. ആരായിരുന്നു? എവിടെയായിരുന്നു? ആരോണേ? 1934 നടന്ന കായികമേള ഏതായിരുന്നു? ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 1934 വെസ്റ്റേൺ ഏഷ്യാറ്റിക് ഗെയിംസ് അല്ലേ? വെസ്റ്റേൺ കണ്ടോ? അത് കണ്ടിട്ടില്ല. അപ്പൊ ആരോൺ ഇവിടെ ഒന്നും ആയിരുന്നില്ല അല്ലെ? കണ്ടോ മക്കളെ എല്ലാവരും? ബാക്കിയുള്ളവര് അടയാളപ്പെടുത്തിയോ? നെക്സ്റ്റ് 7ാമത്തത്. അതിന്റെ സംഘാടകൻ ആര്? ഏതിന്റെ? 1934 നടന്ന കായികമേളയുടെ, അതായത് എന്താണ്, വെസ്റ്റേൺ ഏഷ്യാറ്റിക് ഗെയിംസിന്റെ സംഘാടകൻ ആരായിരുന്നു? ആരായിരുന്നു? അലൻ സാജ്. അലൻ, പ്ലീസ് അൺമ്യൂട്ട് അലൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ 1934 വെസ്റ്റേൺ ഏഷ്യാറ്റിക് ഗെയിംസ് എന്താണ് അലനെ? ശ്രദ്ധിക്കുന്നില്ല ആ ഒരു പാരഗ്രാഫ് ഒന്നും. നമ്മളിപ്പൊ പറഞ്ഞതല്ലേ. കൃപ ആരായിരുന്നു? കൃപ ഭാരതീയനായ പ്രൊഫസർ ഗുരുദത്ത്. ഓക്കെ, വെരി ഗുഡ്. സോഡിയായിരുന്നു ഈ മേളയുടെ സംഘാടകൻ. നെക്സ്റ്റ്, കായികമേളകൾ ഏഷ്യക്ക് അന്യമായതെപ്പോൾ? എപ്പോഴായിരുന്നു? ആരാ പറയുന്നേ? ആരും കണ്ടില്ലേ? ആൻഡ്രോസ്. ഓക്കെ. കായികമേളകൾ ഏഷ്യക്ക് അന്യമായത് എപ്പോൾ? രണ്ടാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുധം എവിടെയുണ്ട് കണ്ടങ്ങള്? അതായത് 50 പേജ് നമ്പർ 50ാമത്തെ പേജില് 1, 2, 3, 4 4ാമത്തെ പാരഗ്രാഫിലാണ് അതിന്റെ ആൻസർ ഉള്ളത് കേട്ടോ. രണ്ടാം ലോകമഹായുധം പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് കായികമേളകൾ ഏഷ്യക്ക് അന്യമായത്. ഓക്കെ, കണ്ടോ? കാണാത്തവരുണ്ടോ? സൂര്യദേവ് കണ്ടോ? സൂര്യദേവേ ഇല്ല. അപ്പം നോക്ക് പേജ് നമ്പർ 50. അതില് 1, 2, 3, 4 4ാമത്തെ പാരഗ്രാഫില് കണ്ടോ? ലാസ്റ്റ് രണ്ടാം ലോകമഹായുധം പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് കായികമേളകൾ ഏഷ്യക്ക് അന്യമായത്. അങ്ങനെയാണ് എഴുതേണ്ടത്. അതിലിപ്പോ ഇല്ലത് എങ്ങനെയാ? രണ്ടാം ലോകമഹായുധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇത്തരം കായികമേളകൾ ഏഷ്യക്ക് അന്യമായി എന്നാണ് ഉള്ളത്. കണ്ടോ? യെസ്, അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, അടുത്തെന്താ? ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന്
അതിന് നേതൃത്വം നൽകിയത് ആര്? ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് അതിന് നേതൃത്വം നൽകിയത് ആര്? അപ്പൊ അടുത്ത പാരഗ്രാഫ് നമുക്ക് പഠിക്കാം അല്ലെ? നമ്മളിപ്പം ഇതില് നേതൃത്വം നൽകി. ഓക്കെ, എന്താ ചോദ്യം നോക്കട്ടെ. ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് അതിന് നേതൃത്വം നൽകിയത് ആര്? കണ്ടോ നിങ്ങള്? യെസ്, അല്ല പറഞ്ഞു നമ്മള്. ഡൽഹിയിൽ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്നൊരു യോഗം നടന്നു. ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം അവിടെ ചർച്ച ചെയ്തു അല്ലെ? ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇതിന് നേതൃത്വം നൽകി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പാരഗ്രാഫ് പഠിക്കാം. അതായത് 51 അല്ലെ? അതുവരെ ഒന്ന് വായിക്കണേ. നമ്മൾ ഇന്നെടുത്ത ഭാഗം ആരാ ഒന്ന് വായിക്കുന്നത്? 1934 മുതൽ അവിടുന്ന് മുതലാണ് വായിക്കേണ്ടത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആരെയും വായിപ്പിച്ചാവോ? ഓക്കെ, ഇന്ന് ഓക്കെ, ദേവപ്രിയ ഒന്ന് വായിച്ചോ. 1934 വെസ്റ്റേൺ ഏഷ്യാറ്റിക്, അവിടുന്ന് മുതലല്ലേ നമുക്ക് പഠിക്കേണ്ടത്. 1934 വെസ്റ്റേൺ ഏഷ്യാറ്റിക് ഗെയിംസ് എന്നൊരു കായികമേള ഡൽഹിയിൽ നടന്നു. ഭാരതീയനായ പ്രൊഫസർ ഗുരുദത്ത് സോഡിയായിരുന്നു ഈ മേളയുടെ സംഘാടകൻ. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, സിലോൺ, ഇപ്പോഴത്തെ ശ്രീലങ്ക, പാലസ്തീൻ എന്നീ രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. എങ്കിലും ഈ മേളയും അല്പായുസ്സായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇത്തരം കായികമേളകൾ ഏഷ്യക്ക് അന്യമായി. അങ്ങനെ ഇരിക്കെ 1947 ഡൽഹിയിൽ ഏഷ്യൻ റിലേഷൻ കോൺഫറൻസ് എന്നൊരു യോഗം നടന്നു. എല്ലാ ഏഷ്യൻ രാജ്യങ്ങൾക്കും പങ്കെടുക്കാവുന്ന ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം അവിടെ ചർച്ച ചെയ്തു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈ ചർച്ചയുടെ വിജയകരമായ ഫലപ്രാപ്തിയായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോ. അതിൽ അർത്ഥം എഴുതാൻ പറഞ്ഞത് എഴുതിയിട്ടുണ്ടായിരുന്നു മക്കളെ. ഇതുവരെ എടുത്തതിലുള്ള മീനിങ് എഴുതാൻ പറഞ്ഞത് എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങള്. കർമ്മശേഷി, പ്രവർത്തിക്കുവാനുള്ള കഴിവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, പിന്നെ നമ്മൾ എടുത്ത ഭാഗത്തു നിന്നുള്ള അർത്ഥം അന്നേരം തന്നെ എഴുതി വെച്ചോന്ന് പറഞ്ഞാ. ഓക്കെ, വെരി ഗുഡ് കൃപാമേരി. നെക്സ്റ്റ് വേറെ ആരെങ്കിലും ആരാ എഴുതിയേ? ആരും എഴുതിയില്ല അല്ലെ? കൃപാമേരി അത് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിച്ചോ. പേജ് നമ്പർ 51 വായിക്കുന്നത് കേട്ടോ. ഏഷ്യയിലെ ജനങ്ങളെയെല്ലാം ഒരു കൊടിക്കീഴിൽ അണിനിരത്തുവാനും ഭാഷയുടെയും വേഷത്തിന്റെയും സംസ്കാരത്തിന്റെയും അതിർവരമ്പുകൾ മറികടന്ന് അവരെ ഒന്നിപ്പിക്കുന്ന ഒരു വേദി ഒരുക്കാനും ഏഷ്യൻ ഗെയിംസിന് കഴിഞ്ഞു. എന്നെന്നും മുന്നോട്ട്, ഇതാണ് ഏഷ്യാഡിന്റെ മുദ്രാവാക്യം. എന്താ പറഞ്ഞത് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞേ? ഏഷ്യയിലെ ജനങ്ങളെയെല്ലാം ഒരു കൊടിക്കീഴിൽ അണിനിരത്തുവാനും ഭാഷയുടെയും വേഷത്തിന്റെയും സംസ്കാരത്തിന്റെയും അതിർവരമ്പുകൾ മറികടന്ന് അവരെ ഒന്നിപ്പിക്കുന്ന ഒരു വേദി ഒരുക്കുവാനും ഏതിന് കഴിഞ്ഞു? ഏഷ്യൻ ഗെയിംസിന് കഴിഞ്ഞു അല്ലെ? എല്ലാരെയും ഒരു കൊടിക്കീഴിൽ അണിനിരത്തുവാനും ഭാഷയുടെയോ അല്ല വേഷത്തിന്റെയോ സംസ്കാരത്തിന്റെയോ ഒന്നും അതിർവരമ്പുകൾ ഇല്ലാതെ അവരെ ഒറ്റൊരു കൊടിക്കീഴിൽ അണിനിരത്താൻ ആർക്ക് കഴിഞ്ഞു? ഏഷ്യൻ ഗെയിംസിന് കഴിഞ്ഞു. എന്നെന്നും മുന്നോട്ട്, ഇതാണ് ഏഷ്യാഡിന്റെ മുദ്രാവാക്യം. എന്തായിരുന്നു ഏഷ്യാഡിന്റെ മുദ്രാവാക്യം? അതിനുള്ള ആൻസർ ആണ് എന്നെന്നും മുന്നോട്ട്. ഇതായിരുന്നു ഏഷ്യാഡിന്റെ മുദ്രാവാക്യം. മനസ്സിലായോ മക്കളത് ആ ഒരു പാരഗ്രാഫ്? നെക്സ്റ്റ്, 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യാഡ് നടക്കുക. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ 11 രാഷ്ട്രങ്ങളാണ് പങ്കെടുത്തതെങ്കിൽ പിന്നീട് 1982 ഡൽഹിയിൽ വെച്ച് നടന്ന 9ാമത് മേളയിൽ 33 രാജ്യങ്ങൾ അണിനിരന്നു. അപ്പു എന്ന ആനക്കുട്ടിയായിരുന്നു 1982 ഏഷ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മളിവിടെ പറഞ്ഞത്?
4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യാഡ് നടക്കുക അല്ലെ. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യാഡ് അരങ്ങേറുക. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ 11 രാഷ്ട്രങ്ങളാണ് പങ്കെടുത്തത്. നമ്മൾ പറഞ്ഞു അല്ലെ, ഫസ്റ്റ് ആദ്യത്തെ ഏഷ്യാഡില് 11 രാഷ്ട്രങ്ങളായിരുന്നു പങ്കെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്തായത്? പിന്നീട് 1982 ഡൽഹിയിൽ വെച്ച് നടന്ന 9ാമത് മേളയില് 33 രാജ്യങ്ങള് പങ്കെടുത്തു അല്ലെ. 33 രാജ്യങ്ങള് പങ്കെടുത്തു. അപ്പു എന്ന ആനക്കുട്ടിയായിരുന്നു 1982 ഏഷ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നം. അണ്ടർലൈൻ ചെയ്തോ, അപ്പു എന്ന ആനക്കുട്ടിയായിരുന്നു 1982 ഏഷ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നം. തുടക്കത്തിൽ 6 മത്സരങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 25 വർദ്ധിച്ചു അല്ലെ. ആദ്യത്തെ 6 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്, പിന്നീട് എന്തായി? 25 അത് വർദ്ധിച്ചു. 15ാം ഏഷ്യൻ ഗെയിംസ് ആണ് 2006 ദോഹയിൽ നടന്നത് അല്ലെ. 2006 ദോഹയിൽ നടന്നത് 15ാം ഏഷ്യൻ ഗെയിംസ് ആണ് അല്ലെ. ഒറി എന്ന മൃഗമായിരുന്നു ദോഹ ഏഷ്യാഡിന്റെ ഭാഗ്യചിഹ്നം. ഏതായിരുന്നു ദോഹ ഏഷ്യാഡിന്റെ ഭാഗ്യചിഹ്നം? ഏതായിരുന്നു? ഒറി എന്ന മൃഗമായിരുന്നു. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണേ, ഒറി. കുവൈറ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ എന്നൊരു സ്ഥിരം സമിതിയാണ് ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കുന്നത്. ഏതാണ്? കുവൈറ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥിരം സമിതിയാണ് ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കുന്നത്. കുവൈറ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, അണ്ടർലൈൻ ചെയ്യണേ, ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ എന്നൊരു സ്ഥിരം സമിതിയാണ് ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കാനുള്ള അധികാരമുള്ളത്. 36 രാജ്യങ്ങളിലെ പ്രതിനിധികൾ അടങ്ങുന്നതാണ് ഈ സമിതി അല്ലെ. 36 രാഷ്ട്രങ്ങളിലെ പ്രതിനിധികള് ആ ഒരു സമിതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ലോക കായിക രംഗത്തിന് നിരവധി താരങ്ങളെ സംഭാവന ചെയ്യുവാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ആരൊക്കെയാ പ്രധാനപ്പെട്ടവരെയാണ് താഴെ പറയുന്നത്? ഓക്കെ, PT ഉഷ, MD വത്സമ്മ, ഷൈനി വിൽസൺ തുടങ്ങിയവർ അക്കൂട്ടത്തിൽ പെടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഈ താരങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള വേദി കൂടിയായിരുന്നു കഴിഞ്ഞ ഏഷ്യാഡ് മേളകൾ അല്ലെ. ലോക കായിക രംഗത്ത് നിരവധി താരങ്ങളെ സംഭാവന ചെയ്യുവാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആരൊക്കെ? നമ്മുടെ കൊച്ചു കേരളം ഒട്ടും പിന്നിലല്ല അല്ലെ. ആരൊക്കെയാ? PT ഉഷ, അണ്ടർലൈൻ ചെയ്യണേ, PT ഉഷ, MD വത്സമ്മ, ഷൈനി വിൽസൺ തുടങ്ങിയവർ അക്കൂട്ടത്തിൽ പെടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഈ താരങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള വേദി കൂടിയായിരുന്നു കഴിഞ്ഞ ഏഷ്യാഡ് മേളകൾ അല്ലെ. ഇങ്ങനെയുള്ളവരുടെ ഉയർച്ചയ്ക്കുള്ള ഒരു വേദി കൂടിയായിരുന്നു ഏഷ്യാഡ് മേളകൾ എന്നാണ് ലെസൺ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ആൻസർ അതിൽ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എടുത്ത ഭാഗത്ത്. ഓക്കെ, ഇപ്പൊ എടുത്ത ഭാഗം ഒന്നുകൂടി മിസ് വായിക്കാം, അതിനുശേഷം നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഏഷ്യയിലെ ജനങ്ങളെയെല്ലാം ഒരു കൊടിക്കീഴിൽ അണിനിരത്തുവാനും ഭാഷയുടെയും വേഷത്തിന്റെയും സംസ്കാരത്തിന്റെയും അതിർവരമ്പുകൾ മറികടന്ന് അവരെ ഒന്നിപ്പിക്കുന്ന ഒരു വേദിയൊരുക്കാനും ഏഷ്യൻ ഗെയിംസിന് കഴിഞ്ഞു. എന്നെന്നും മുന്നോട്ട്, ഇതാണ് ഏഷ്യാഡിന്റെ മുദ്രാവാക്യം. 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യാഡ് നടക്കുക. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ 11 രാഷ്ട്രങ്ങളാണ് പങ്കെടുത്തെങ്കിൽ പിന്നീട് 1982 ഡൽഹിയിൽ വെച്ച് നടന്ന 9ാമത് മേളയിൽ 33 രാജ്യങ്ങൾ അണിനിരുന്നു. അപ്പു എന്ന ആനക്കുട്ടിയായിരുന്നു 1982 ഏഷ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നം. തുടക്കത്തിൽ 6 മത്സരങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 25 വർദ്ധിച്ചു. 15ാം ഏഷ്യൻ ഗെയിംസ് ആണ് 2006 ദോഹയിൽ നടന്നത്. ഒറി എന്ന മൃഗമായിരുന്നു ദോഹ ഏഷ്യാഡിന്റെ ഭാഗ്യചിഹ്നം. കുവൈറ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ എന്നൊരു സ്ഥിരം സമിതിയാണ് ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കുന്നത്. 36 രാജ്യങ്ങളിലെ പ്രതിനിധികൾ അടങ്ങുന്നതാണ് ഈ സമിതി. ലോക കായിക രംഗത്തിന് നിരവധി താരങ്ങളെ സംഭാവന ചെയ്യുവാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. PT ഉഷ, MD വത്സമ്മ, ഷൈനി വിൽസൺ തുടങ്ങിയവർ അക്കൂട്ടത്തിൽ പെടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഈ താരങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള വേദി കൂടിയായിരുന്നു കഴിഞ്ഞ ഏഷ്യാഡ് മേളകൾ അല്ലെ. ഓക്കെ, അത്ര വരില്ലേ? ആ ഒരു ലെസൺ ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക്? ഓക്കെ, അതിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പോ ഏതാ? ഏഷ്യാഡിന്റെ മുദ്രാവാക്യം എന്താണ്? എന്താണ് അബ്ദുൽ ബാസിത്തെ ഏഷ്യാഡിന്റെ മുദ്രാവാക്യം? എന്നെന്നും മുന്നോട്ട്. വെരി ഗുഡ്, എന്നെന്നും മുന്നോട്ട്. 1982 ഏഷ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നം എന്തായിരുന്നു? മുഹമ്മദ് നിഹാൽ, എന്തായിരുന്നു?
അപ്പു എന്ന മൃഗമായിരുന്നു. ഓക്കെ, ഏതായിരുന്നു? അപ്പു എന്ന ആനക്കുട്ടിയായിരുന്നു അല്ലെ. നെക്സ്റ്റ്, ഒറി ഏത് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നമായിരുന്നു? ഒറി നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ദോഹയിൽ നടന്ന 15ാം ഏഷ്യൻ ഗെയിംസ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ്, ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കുന്ന സമിതി ഏത്? ഏതാണ് ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കുന്ന സമിതി? മുഹമ്മദ് സിനാൻ. എന്താണ് മുഹമ്മദ് സിനാൻ? സിനാൻ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യ്. ചോദ്യം ഞാൻ പറയാം, അൺമ്യൂട്ട് ചെയ്യ്. ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കുന്ന സമിതി ഏത്? ഏതാണ് സമിതി? ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കുന്ന സമിതി ഏത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എടുക്കുമ്പോ. ഇതാ എല്ലാരും കൈവക്കുവാണ്. അറിയില്ല അല്ലെ സിനാനെ? ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. നെക്സ്റ്റ്, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരള താരങ്ങൾ ആരെല്ലാം? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആരിലായിരുന്നു? സൂര്യദേവ് എല്ലാവർക്കും അറിയാല്ലേ. ഉഷ, ഷൈനി വിൽസൺ വിൽസൺ തുടങ്ങിയവരാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരള താരങ്ങൾ. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തരാട്ടോ. അപ്പോ നമ്മൾ ഇന്നെടുത്ത ഈ ലെസൺ നന്നായി വായിക്കണം കേട്ടോ. ഇന്നെടുത്ത ഈ ലെസൺ എന്ന് പറഞ്ഞാൽ നമ്മള് പകുതിയോളം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മിസ് പറഞ്ഞു ബാക്കിയുള്ള ഭാഗം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായി മക്കളത് വായിക്കണം. പിന്നെ നമുക്ക് അതിന്റെ കുറച്ച് പദങ്ങളുടെ അർത്ഥം എന്തൊക്കെയാ എഴുതിയ നോക്കിയാൽ ഇന്ന് തന്നെ അത് നിങ്ങളുടെ പാഠത്തിന്റെ പേര് എഴുതുക, എന്നിട്ട് അർത്ഥം മീനിങ് എഴുതണം കേട്ടോ. കർമ്മശേഷി, എന്താ കർമ്മശേഷി മീനിങ്? അൺമ്യൂട്ട് ചെയ്തോ ഒരാളായിട്ട്. കർമ്മശേഷി പ്രവർത്തിക്കാനുള്ള കഴിവ്. ഓക്കെ, പ്രവർത്തിക്കുവാനുള്ള കഴിവ്. നെക്സ്റ്റ്, അരോഗ ശരീരം. രോഗമില്ലാത്ത ശരീരം. രോഗമില്ലാത്ത ശരീരം. ശരീരം. യവനന്മാർ. ശരീരം. യവനന്മാർ അതാ ഗ്രീക്കുകാർ. ആധുനികം. പുതിയത്. പാശ്ചാത്യം. പടിഞ്ഞാറുള്ളത്. 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 ന്യൂനത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറവ്. മേള. ഒന്നിച്ചു ചേരൽ. അന്യം. മറ്റൊന്ന്. ചിഹ്നം. ആസ്ഥാനം. ഇരിപ്പിടം. സമിതി. സംഘം. നിരവധി. ഓക്കെ, അത്രയാണ് വേർഡ് മീനിങ് ഉള്ളത്. നിങ്ങൾ ഇന്ന് തന്നെ അത് നോട്ടിലേക്ക് പകർത്തി എഴുതണം. എനിക്ക് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ ഫോട്ടോ. ഓക്കെ, എല്ലാരും എഴുതിയോ നിനക്ക് ഉറപ്പ് വരുത്താനാണ്. നെക്സ്റ്റ്, പര്യായം. ആര് നോട്ട് എഴുതാതെ അങ്ങോട്ട് പോവാന്ന് വിചാരിക്കണ്ട. ഇന്ന് തന്നെ നോട്ട് എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നോണം. നെക്സ്റ്റ്, പര്യായ പദമാണ് ആന. ഗജം, കരി, തന്തി. ഓക്കെ, നെക്സ്റ്റ്, ഗജം, കരി, ദന്തി. താരം. നക്ഷത്രം, ഉടു, താരകം. വിപരീത പദം അരോഗം. രോഗമില്ലാത്ത അവസ്ഥ. രോഗം എന്ന് പറഞ്ഞാൽ രോഗമുള്ള അവസ്ഥ. ഓക്കെ, അരോഗം ഓപ്പോസിറ്റ് വേർഡ് രോഗം. നെക്സ്റ്റ്, പാശ്ചാത്യം. പൗരസ്ത്യം. പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറുള്ളത്, പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ കിഴക്കുള്ളത്. നെക്സ്റ്റ്, പിന്നിൽ. മുന്നിൽ. അതിന് നിങ്ങൾക്കറിയാം, പിന്നിൽ, മുന്നിൽ. പിരിച്ചെഴുതുക. തിരിച്ചറിഞ്ഞു. തിരിച്ച് പ്ലസ് അറിഞ്ഞു. ഇന്ത്യയെ പോലുള്ള. ഓക്കെ, എഴുതിക്കോ. ഇന്ത്യയെ പ്ലസ് പോലുള്ള. എഴുതിത്തരണോ? നിങ്ങൾ എഴുതുവോ?
പോലുള്ള ഓക്കെ, ഇന്ത്യയെ പ്ലസ് പോലുള്ള. ഷെഫി എഴുതുന്നില്ലേ നമ്മളെ? ഇന്ത്യയെ പ്ലസ് പോലുള്ള. ഇന്ത്യ എ എന്നിട്ട് പ്ലസ് ഇടുക, പോലുള്ള എഴുതുക. നെക്സ്റ്റ് അടിമച്ചങ്ങല. എന്താ, എങ്ങനെയാ വരുക? അടിമ പ്ലസ് ചങ്ങല. അടിമ പ്ലസ് ചങ്ങല അല്ലെ? ഇച്ച വേണ്ട കേട്ടോ, ചാ ഇരട്ടിക്കണ്ട ഇപ്പുറത്തുമ്പോ, അത് അപ്പുറത്തുമ്പാണ് ഇരട്ടിക്കുന്നത്. ഇനി തീയതിയാണ്. തീയതി പ്ലസ് ആണ്. ഓക്കെ, തീയതി പ്ലസ് ആണ്. ഇത്രയാണ് നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഇത് ഇന്ന് തന്നെ നോട്ടിലേക്ക് പകർത്തി എഴുതണം കേട്ടോ. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്ത് തരാം. പിന്നെ വിശദീകരിക്കേണ്ട പദങ്ങളും പ്രയോഗങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചുണ്ട് അല്ലെ, നമുക്ക് നോക്കാം. എന്താണ് ജനതയെ വാർത്തെടുക്കുക? എന്താണ് ജനതയെ ശരിയായ രൂപത്തിലാക്കുക. ശരിയായ രൂപത്തിലാക്കുക, അതാണ് വാർത്തെടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായ രൂപത്തിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് തിരി കൊളുത്തുക. പ്രഥമ ആരംഭം കുറിക്കുക, ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടനം ചെയ്യല് അല്ലെ, നമ്മള് അതിനാണ് പറയാ, അല്ലെങ്കിൽ ആരംഭം കുറിക്കുന്നതിനാണ് തിരി കൊളുത്തുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫലപ്രാപ്തി. ഫലത്തിൽ ചെന്നെത്തുന്നതാണ് ഫലപ്രാപ്തി. ഓക്കെ, അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് എന്തൊക്കെ എഴുതണം നോട്ടിലേക്ക്? കൃപ അർത്ഥം എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? അർത്ഥവും പര്യായ പദവും ഓപ്പോസിറ്റ് വേർഡും നോട്ടിലേക്ക് പിരിച്ചെഴുതുകയും എഴുതണം. എന്താണ് അദ്വൈതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അദ്വൈതേ അൺമ്യൂട്ട് ചെയ്തോ മോനെ. വേഗം ചോദിച്ചോ, നമ്മുടെ ക്ലാസ് കഴിയാറായി. അദ്വൈതേ ഒന്നുമില്ല. അദ്വൈതിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പറഞ്ഞോ, എന്തിനാ കൈപൊക്കിയേ? കുഴപ്പമില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇനി ഡൗട്ട് ഇല്ലല്ലോ അതില്. അപ്പൊ ഇന്ന് തന്നെ അത് നോട്ടിലേക്ക് പകർത്തി എഴുതിയതിനു ശേഷം എനിക്കത് ഫോട്ടോ സെൻഡ് ചെയ്ത് തരുന്നേ. അത് ഇത് എഴുതാതിരിക്കരുത്. ആ ഒരു പാഠം നിങ്ങൾ എഴുതണം കേട്ടോ, ഇന്ന് തന്നെ എഴുതണം. പിന്നെ നാളത്തെ എന്താണ് ചോദിച്ചോ? എന്താണ് ഇത്? അമ്മക്ക് എന്തോ പറയാനുണ്ട്, അത് സമ്മതിക്കുന്നില്ല അല്ലെ? ഞാൻ വിളിക്കാം പിന്നീട്, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അൽന അഗസ്റ്റിന് എഴുതിയിട്ടുണ്ട് നോട്ടില്. ദേവാഞ്ജന ഒക്കെ നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ, അർത്ഥം എഴുതിയിട്ടുണ്ട്, മീനിങ് എഴുതിയിട്ടുണ്ട്. കൃപാമേരിയും എഴുതിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇന്ന് നമ്മൾ പറഞ്ഞ വർക്കുകളും കൂടെ നോട്ടിലേക്ക് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അതുപോലെ ടെക്സ്റ്റ് ഒരു 3 times എങ്കിലും വായിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ, സി യു, ബൈ. ഓക്കെ, എല്ലാ മക്കളും നന്നായി വായിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, മിസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബൈ, സി യു.